triangles below, find all pairs of matching angles and write them down. രണ്ട് പെയർ ഓഫ് ട്രയാങ്കിൾസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പെയർ ഓഫ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ഫസ്റ്റ് പെയർ ഓഫ് ട്രയാങ്കിൾ. രണ്ട് ജോഡി ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ജോഡിയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. ഹിയർ we know the sides of ABC is 4 cm, 6 cm and 5 cm. Also the sides of PQ are 4 cm, 5 cm and 6 cm. We know that the sides are equal. So we can put these triangles in one above the other. So if the sides of a triangle are equal to the sides of another triangle, then the angles opposite to equal sides of these triangles are equal. രണ്ട് ജോഡി ത്രികോണങ്ങളുടെയും വശങ്ങൾ 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ അതിൻ്റെ കോണുകൾ ചേർന്നിരിക്കും. ഏത് കോണുകളാണ് ചേർന്നിരിക്കുന്നത്? തുല്യമായിട്ട് വരുന്ന വശങ്ങളുടെ എതിർ കോണുകൾ തുല്യമായിരിക്കും. ഇനി നമുക്ക് ഓരോ എതിർകോണ് ഈക്വലായിട്ട് വരുന്ന വശങ്ങളുടെ എതിർകോണുകൾ നോക്കാം. കൺസിഡർ ദ ഫസ്റ്റ് പെയർ ഓഫ് സൈഡ്സ് എ ബി is equal to PR. AB and PR are 6 cm. Then the opposite angle of AB is angle C and the opposite angle of PR is angle Q. ഇവിടെ AB PR-നോട് ഈക്വൽ ആണ്. രണ്ടും 6 സെൻറ്റിമീറ്റർ ആണ്. രണ്ടും തുല്യമാണ്. AB-യുടെ എതിർകോൺ കോൺ സിയും PR-ന്റെ എതിർകോൺ കോൺ Q ആണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. രണ്ടാമത്തെ സൈഡ്സ് നോക്കാം. BC is equal to PQ is equal to 5 cm. BCയും PQയും 5 സെൻറ്റിമീറ്റർ ആണ്. So the opposite angle of BC is angle A and the opposite angle of PQ is angle R. BCയുടെ എതിർകോൺ ആംഗിൾ എയും PQവിൻ്റെ എതിർകോൺ ആംഗിൾ ആറുമാണ്. സോ ആംഗിൾ A is equal to ആംഗിൾ R. ആംഗിൾ കോൺ എയും കോൺ ആറും തുല്യമായിരിക്കും. കൺസിഡർ ദ തേർഡ് സൈഡ്. AC is equal to QR equal to 4 cm. ACയും QRും 4 സെൻറ്റിമീറ്റർ ആണ്. So the opposite angle of angle AC is angle B and opposite angle of QR is angle B. So angle B is equal to angle P. AC-യുടെ എതിർകോൺ കോൺ ബിയും QR-ന്റെ എതിർകോൺ കോൺ പിയുമാണ്. അതുകൊണ്ട് കോൺ ബി കോൺ പിക്ക് തുല്യമായിരിക്കും. ഇനി രണ്ടാമത്തെ പെയർ ഓഫ് ട്രയാങ്കിൾസ് നോക്കാം. സെക്കൻഡ് പെയർ ഓഫ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ LMN-ന്റെ സൈഡ്സും 4ഉം 8ഉം 10ഉം ആണ്. അതുപോലെ XYZ-ന്റെ സൈഡും 4ഉം 8ഉം 10ഉം ആണ്. അപ്പോൾ ഇവിടെ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ഹിയർ ഓൾസോ ദ സൈഡ്സ് ഓഫ് LMN ഈസ് 4, 8 and 10 and sides of XYZ is 4, 8 and 10. So the sides are equal. So the opposite angle of equal sides are equal. Consider the LM and YZ. LM is equal to YZ is equal to 8 cm. So the opposite angle of LM is angle N and the opposite angle of YZ is angle X. So angle N is equal to angle X. LM YZ-നോട് തുല്യമാണ്. LM എന്നുള്ള വശം YZ എന്നുള്ള വശത്തോട് തുല്യമാണ്. രണ്ടും 8 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് LM-ന്റെ എതിർകോണായ കോൺ N-ഉം YZ-ന്റെ എതിർകോണായ കോൺ X-ഉം തുല്യമായിരിക്കും. Consider the second side. MN is equal to XZ. The opposite angle of MN is angle L and the opposite angle of XZ is angle Y. L is equal to angle Y. MN-ഉം XZ-ഉം 10 സെൻറ്റിമീറ്റർ ആണ്. തുല്യമാണ്. MN-ന്റെ എതിർകോൺ L-ഉം XZ-ന്റെ എതിർകോൺ Y-യും തുല്യമായിരിക്കും. And the third side LN is equal to XY is equal to 4 cm. So opposite angle of LM is angle M and opposite angle of XY is angle Z. So angle M is equal to angle Z. LN XYക്ക് തുല്യമാണ്. രണ്ടും 4 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് LN-ന്റെ എതിർകോൺ കോൺ എമ്മും LN-ന്റെ XY-യുടെ എതിർകോൺ കോൺ Z-ഉം തുല്യമായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. Consider the second question. In the triangles below, AB is equal to QR, BC is equal to RP and CA is equal to PQ. Compute angle C of triangle ABC and all angles of triangle PQR. AB QR-നോട് ഈക്വൽ ആണ്. BC RP-യോട് തുല്യമാണ്. CA PQ-നോട് തുല്യമാണ്. ത്രികോണം ABCയിലെ C എന്നുള്ള കോണും ത്രികോണം PQR-ലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ത്രികോണം ABCയിലെ 2 കോൺ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോൺ കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 3 കോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട്
മൂന്നാമത്തെ കോൺ കാണാൻ തന്നിരിക്കുന്ന രണ്ട് കോണുകളും കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ചാൽ മതി. The sum of three angles of a triangle is 180. So to find the third angle of triangle ABC is 180 minus the sum of 60 and 40. Then consider the equal sides for finding the angles of triangle PQR. BC is equal to RP. So opposite angle of BC is angle A, opposite angle of RP is angle Q. So angle A is equal to angle Q. Since angle A is equal to 40 degree, angle Q is also is equal to 40 degree. BC RP ക്ക് PR ന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ RP ക്ക് ഈക്വൽ ആണ്, തുല്യമാണ്. അതുകൊണ്ട് BC യുടെ എതിർക്കോൺ A RP യുടെ എതിർക്കോൺ Q ന് തുല്യമായിരിക്കും. കോൺ A 40 ഡിഗ്രി ആയതുകൊണ്ട് കോൺ Q ഉം 40 ഡിഗ്രി ആയിരിക്കും. AC is equal to PQ. So the opposite angle of AC is angle B and the opposite angle of PQ is angle R. Angle B is equal to angle R. Since angle B is equal to 60, angle R is also equal to 60. AC യുടെ എതിർക്കോൺ B ആണ്, PQ ന്റെ എതിർക്കോൺ R ആണ്. AC PQ നോട് തുല്യമായതുകൊണ്ട് കോൺ B യും കോൺ R ഉം തുല്യമാണ്. കോൺ B 60 ഡിഗ്രി ആയതുകൊണ്ട് കോൺ R ഉം 60 ഡിഗ്രി ആയിരിക്കും. Consider the third side. AB is equal to QR. So angle C is equal to angle P. മൂന്നാമത്തെ വശം പരിഗണിക്കുക. AB QR ന് തുല്യമായതുകൊണ്ട് AB യുടെ എതിർക്കോൺ C, QR ന്റെ എതിർക്കോൺ P ക്ക് തുല്യമാണ്. കോൺ C നമുക്കറിയാം എങ്ങനെയാണ്, 60 ഡിഗ്രി 40 ഡിഗ്രി കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 180 minus 60 plus 40, that is 180 minus 100, that is 80 ഡിഗ്രി. 180 നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 80 ഡിഗ്രി കിട്ടും. മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ AB is equal to QR, BC is equal to PQ, CA is equal to RP. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ്. ഇവിടെയും നമുക്ക് മൂന്ന് വശങ്ങൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. വശങ്ങളുടെ നീളം തന്നിട്ടില്ല. AB QR ന് തുല്യമാണ്, BC PQ ന് തുല്യമാണ്, CA RP ക്ക് തുല്യമാണ്. ഇനി ഈ തന്നിരിക്കുന്ന രണ്ട് ABCയിലെയും PQയിലെയും തരാത്ത കോണുകൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് വശങ്ങൾ തുല്യമായതിൻ്റെ എതിർക്കോണുകൾ, തുല്യമായ വശങ്ങൾക്ക് എതിർക്കോണുകൾ എതിരായിട്ട് വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. BC is equal to PQ. So angle A is equal to angle R is equal to 60 degree. BC PQ നോട് തുല്യമാണ്. BC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ A PQ ന്റെ എതിർക്കോൺ R നോട് തുല്യമായിരിക്കും. A 60 ആയതുകൊണ്ട് കോൺ R ഉം 60 ഡിഗ്രിയാണ്. CA is equal to RP. So angle B is equal to angle Q is equal to 70 degree. CA RP ക്ക് തുല്യമാണ്. അതുകൊണ്ട് കോൺ CA യുടെ എതിർക്കോൺ B RP യുടെ എതിർക്കോൺ Q ന് തുല്യമായിരിക്കും. അപ്പോൾ കോൺ Q 70 തന്നിട്ടുള്ളതുകൊണ്ട് കോൺ B യും 70 ഡിഗ്രി ആയിരിക്കും. സിൻസ് ആംഗിൾ Q is equal to 70, then angle B is also equal to 70. Consider the third side. AB is equal to QR. So angle C is equal to angle P. That is equal to 180 minus 60 plus 70. We can find it in the above problem. AB QR നോട് തുല്യമാണ്. അതുകൊണ്ട് ആംഗിൾ C, കോൺ P ക്ക് തുല്യമായിരിക്കും. അത് കാണാനായിട്ട് 70ഉം 60ഉം കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറയ്ക്കുക. 70ഉം 60ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 130 കിട്ടും. 180 130 ഡിഗ്രി കിട്ടും. 80 minus 30, that is 50 ഡിഗ്രി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ. Are the angles of triangle ABC and triangle ABD equal in the figure above? Why? ഇവിടെ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്, ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് സൈഡ്സ് ഈക്വലാണ്. മുകളിലുള്ള AC ADക്ക് ഈക്വലാണ്, BC BDക്ക് ഈക്വലാണ്. പിന്നെ ഒരു സൈഡ്, മൂന്നാമത്തെ സൈഡ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കോമൺ ആയിട്ട് വരുന്ന സൈഡും എങ്ങനെയായിരിക്കും? രണ്ടിനും കോമൺ ആണ്, അതുകൊണ്ട് രണ്ടും അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. കൺസിഡർ ദ ട്രയാങ്കിൾസ് ABC and ABD. AC is equal to AD 8 cm and BC is equal to BD is equal to 6 cm and AB is equal to AB. Three sides of triangle ABC equal to three sides of triangle ABD. Then the opposite angles of equal sides are equal. Consider the first first pair of sides. AC is equal to AD. So angle ABC is equal to angle ABD. AC എന്നുള്ള വശം AD എന്നുള്ള വശത്തിന് തുല്യമാണ്. അതുകൊണ്ട് ACയുടെ എതിർക്കോൺ ABC ആണ്, ADയുടെ എതിർക്കോൺ കോൺ ABD ആണ്.
ഇവിടെ ഒരു വെർട്ടെക്സിൽ രണ്ട് കോണുണ്ട്, രണ്ട് ആംഗിൾ, ഒരു വെർട്ടെക്സിൽ രണ്ട് ആംഗിളുണ്ട്, രണ്ട് കോണുകളുണ്ട്. അത് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ 3 വെർട്ടീസസ് വെച്ച് ആംഗിൾ പറയുന്നത്. രണ്ട് കളറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് രണ്ട് കളറിൽ കാണാം. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് രണ്ട് ABC, ആംഗിൾ ABC എന്നും ആംഗിൾ ABD എന്നും പറയുന്നത്. രണ്ടും ബിയിലുള്ള ആംഗിളാണ്, AB കൊണ്ട് അത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കൺസിഡർ ദ സെക്കൻഡ് സൈഡ്. BC is equal to BD. So angle BAC is equal to angle BAD. Here also two angles in a vertex. We represent it in three vertices, angle BAC and angle BAD. These two angles are equal because the BAC is the opposite angle of BC and BAD is the opposite angle of BD. അപ്പം ബി സിയുടെ എതിർക്കോൺ BAC, BDയുടെ എതിർക്കോൺ BADയും തുല്യമാണ്. ഒരേ വെർട്ടീസിലുള്ള രണ്ട് ആംഗിളാണ്. അത് നിങ്ങൾ വെർട്ടീസസ് BAC എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, കൺസിഡർ ദ തേർഡ് സൈഡ്. The third side is BA, that is a common side. So the opposite angle of that common side is also equal. Angle BAC is equal to angle BDA or angle C is equal to angle BD. ഇവിടെ ബി എന്നുള്ള പൊതുവായിട്ടുള്ള വശത്തിൻ്റെ എതിർവശത്ത് കിടക്കുന്ന രണ്ട് കോണുകൾ അടിയും. അത് ആംഗിൾ C is equal to angle D എന്ന് പറഞ്ഞാലും മതി. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ആംഗിൾ BCA is equal to angle BD എന്ന് പറയാം. കൺസിഡർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Fifth question. In the triangle quadrilateral ABCD shown below, AB is equal to AD, BC is equal to CD. Compute all angles of the quadrilateral. First, consider the triangles ACD and ACB. AB is equal to AD, BC is equal to CD, and AC is equal to AC. Three sides are equal. Three sides of triangle ACD and ACB are equal. So the opposite angles of equal sides are equal. മൂന്ന് വശങ്ങളും തുല്യമായതുകൊണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. AB is equal to AD. So angle ACD is equal to angle ACB is equal to 50 degree. AB ADക്ക് തുല്യമാണ്. ABയുടെ എതിർക്കോൺ ACD, ADയുടെ എതിർക്കോൺ ACBക്ക് തുല്യമാണ്. അത് രണ്ടും 50 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് CD CBക്ക് തുല്യമാണ്. CB is equal to CD. So opposite angle of CD is angle CAD. Opposite angle of CB is angle CAB. That is equal to 30 degree. CDയുടെ എതിർക്കോൺ CAD ആണ്. CBയുടെ എതിർക്കോൺ CAB ആണ്. അത് രണ്ടും 30 ഡിഗ്രി ആയിരിക്കും. ആ രണ്ട് കളറിൽ കൊടുത്തിരിക്കുന്ന കോണുകളാണ് ഈ പറഞ്ഞത്. നേരത്തെ അതുപോലെ മറ്റേ വെർട്ടിസിലുള്ള രണ്ട് കളറിൽ കൊടുത്ത രണ്ട് കോണുകളും തുല്യമായിരുന്നു. ഇവിടെയും ഈ രണ്ട് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ കോണുകൾ തുല്യമാണ്. രണ്ടും 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഈ തേർഡ് ആംഗിൾ AC is equal to AC. സോ ആംഗിൾ CDA is equal to ആംഗിൾ CBA. കോൺ CDAയും കോൺ CBAയും തുല്യമാണ്. AC ഒരു പൊതുവായിട്ടുള്ള വശമായതുകൊണ്ട്. അത് കാണാനായിട്ട് ബാക്കി രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടല്ലോ, 30 50 തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറയ്ക്കുക. ഓരോ ത്രികോണത്തിനും 3 കോണുകളുടെ തുക 180 തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കോണുകൾ നമുക്ക് 30 50 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടും. 180 കുറയ്ക്കുമ്പോൾ 100 കിട്ടും. സം ഓഫ് ആംഗിൾസ്, ടു ആംഗിൾസ് ഈസ് 80 ഡിഗ്രി. ദെൻ ദ തേർഡ് ആംഗിൾ ഈസ് 180 മൈനസ് 80, ദാറ്റ് ഈസ് 100 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി ക്വസ്റ്റ്യനും ആൻസറും എഴുതുക. ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.